അധ്യക്ഷത വഹിക്കുന്നത് ഷബീർ വി എം, കരിമാലൂർ ഈസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഷബീർ വി എമ്മിനെ അധ്യക്ഷത വഹിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്നു. ഫ്രണ്ടിലേക്ക് SDPI കരുമാലൂർ പഞ്ചായത്ത് ഈസ്റ്റ് വെസ്റ്റ് കൺവെൻഷനാണ്, ഇലക്ഷൻ കൺവെൻഷനാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇലക്ഷൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ SDPI കരുമാലൂർ പഞ്ചായത്തിൽ വ്യക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ കൺവെൻഷൻ കൂടുന്നത്. അതിനെ ഇവിടെ ഞങ്ങളോട് സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള SP അമീർ അലി സാഹിബ്, അതുപോലെ മണ്ഡലം പ്രസിഡന്റ് സാദിഖ്, കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സാദിഖ്, സെക്രട്ടറി ഷാനവാസ് കൊടിയൻ, എല്ലാവരും നിങ്ങളോട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. സ്വാഗതം പറയാൻ ഈസ്റ്റ് വെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനീർ സാഹിബിനെ ക്ഷണിക്കുന്നു. SDPI കരുമാലൂർ പഞ്ചായത്തിൽ നമ്മൾ SDPI മത്സരിക്കുന്ന വാർഡുകളിലെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രവർത്തക കൺവെൻഷനുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ നമ്മൾ ഇരട്ടി വാർഡുകളിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ 6 വാർഡുകളിലും 2 ബ്ലോക്ക് ഡിവിഷനിലുമായിരുന്നെങ്കിൽ ഇത്തവണ 15 വാർഡുകളിലും 3 ബ്ലോക്ക് ഡിവിഷനിലുമാണ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഷബീർ വി എം, കരിമാലൂർ പഞ്ചായത്ത് ഇലക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ കൂടിയാണ് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ മഹത്തായ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള SDPI സംസ്ഥാന കമ്മിറ്റി അംഗം SP അമീർ അലി അവർകൾ, അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള CS ഷാനവാസ്, SDPI ജില്ലാ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാദിഖ് ഏലുക്കര, അദ്ദേഹം നമ്മുടെ കളമശ്ശേരി മണ്ഡലത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാനവാസ് കൊടിയൻ, അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മണ്ഡലം വൈസ് പ്രസിഡന്റ് അഫ്സൽ മാഞ്ഞാലി, അതുപോലെ തന്നെ നിസാർ RH, അദ്ദേഹം വെസ്റ്റ് പഞ്ചായത്ത് കരുമാലൂർ വെസ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ റസാഖ് പാറാന, ഈസ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറി, അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ കരുത്തരായ കേഡർമാരും മെമ്പർമാരും അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരും എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടുപോയി എന്റെ സംസാരം അവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. കരിമാലൂർ പഞ്ചായത്ത് ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രവർത്തക കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി SP അമീർ അലി സംസ്ഥാന സമിതി അംഗത്തെ ആർദ്രപൂർവ്വം ക്ഷണിക്കുന്നു. SDPയുടെ കരിമാലൂർ പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ ജനറൽ കൺവീനറായിട്ടുള്ള നമ്മുടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഷബീർ സാഹിബ്, വേദിയിൽ ഈ പരിപാടിയിൽ നമുക്ക് ആശംസ അർപ്പിക്കുന്ന പാർട്ടിയുടെ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CS ഷാനവാസ്, പാർട്ടിയുടെ കളമശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സാദിഖ് സാഹിബ്, അതുപോലെ സുനീർ സാഹിബ്, അഫ്സൽ മാഞ്ഞാലി, ഷാനവാസ് തുടങ്ങി നിസാർ, റസാഖ് തുടങ്ങി പാർട്ടിയുടെ നേതാക്കന്മാരെ, ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പാർട്ടിയുടെ കർമ്മധീരരായ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, യുവ സുഹൃത്തുക്കളെ, കാരണവന്മാരെ, നാട്ടുകാരെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കരിമാലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചടങ്ങിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. SDPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 16 വർഷക്കാലമായി SDPയുടെ പ്രവർത്തകർ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ ഹൃദയം കവർന്നെടുക്കുന്ന ജനസേവന പ്രവർത്തനങ്ങളുമായി സജീവമായി കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ധാരാളം വെല്ലുവിളികൾ തുടക്കം മുതൽ തന്നെ SDPI നേരിടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എറണാകുളം ജില്ലയിലെ പ്രത്യേകിച്ച് കളമശ്ശേരി മണ്ഡലത്തിലെയൊക്കെ പ്രവർത്തകരോട് പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പാർട്ടിയുടെ രൂപീകരണ കാലം മുതൽ എല്ലാ തലത്തിൽ നിന്നും നമുക്ക് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്, വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. അത് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗങ്ങളിൽ നിന്നാവട്ടെ, രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളായിട്ടുള്ള അന്വേഷണ ഏജൻസികളിൽ നിന്നാവട്ടെ, നമ്മുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാവട്ടെ, ധാരാളം വെല്ലുവിളികളും എതിർപ്പുകളും നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി SDPI എന്ന് പറയുന്ന 4 അക്ഷരം, അതിന്റെ ആദർശവും ആശയവും ജനങ്ങൾക്കിടയിൽ ഇടതടവില്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഈ നാട്ടിലെ ജനങ്ങൾ, SDPയുടെ എതിരാളികൾ ഉൾപ്പെടെ, SDPയുടെ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരുൾപ്പെടെ SDPയെ സംബന്ധിച്ച്, ആ പാർട്ടിയുടെ സേവനത്തെ സംബന്ധിച്ച്, SDPI പ്രവർത്തകരുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെ സംബന്ധിച്ച് സംസാരിക്കാൻ തുടങ്ങി. മാറ്റി നിർത്തപ്പെട്ടിരുന്ന പ്രദേശങ്ങളിൽ അവഗണിക്കാൻ കഴിയാത്ത പാർട്ടിയായി SDPI മാറി, SDPയുടെ പ്രവർത്തകർ മാറി. അങ്ങനെ കഴിഞ്ഞ 16 വർഷക്കാലമായി
SDPI സ്വന്തം നിലക്ക് തന്നെ ജനങ്ങൾക്കിടയിൽ പുതിയ അഡ്രസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ നവ രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്, ഭീഷണികളെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് SDPIയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ SDPIയുടെ ആദർശവും ആശയവും കാഴ്ചപ്പാടുകളും പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നതിൽ സമയമെടുത്തിട്ടുണ്ട്. കാരണം ഈ പാർട്ടിയെ മനസ്സിലാക്കാൻ എതിരാളികളായ പല രാഷ്ട്രീയ പാർട്ടികൾക്കും പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണത്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം ഈ വിനീതൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ, നേരത്തെ ഞാൻ ജയിലിൽ പോകുന്നതിന്റെ മുമ്പ് നമ്മുടെ പാർട്ടിയെ വളരെ മോശമായി ജനങ്ങൾക്കിടയിൽ ചിത്രീകരിക്കുന്ന ചിലർ പോലും നിങ്ങൾ അനിവാര്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് നേരിട്ട് സമ്മതിക്കുന്ന ഒരു അനുഭവമുണ്ടായി. ധാരാളം പൗരപ്രമുഖരായിട്ടുള്ള ആളുകൾ, മഹല്ല് ഭാരവാഹികൾ, വിവിധ സംഘടനാ നേതൃത്വങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്കൊക്കെ അവരുടെ നിലപാടുകളിൽ മാറ്റം വന്നു തുടങ്ങി എന്നുള്ളത് SDPIയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആശയവും കാഴ്ചപ്പാടുകളും സാധാരണ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, ഈ പാർട്ടിയെ നേരത്തെ ശത്രുസ്ഥാനത്ത് കണ്ടിരുന്ന ആളുകൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. SDPIക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ രാജ്യം നേരിടുന്ന സംഘപരിവാർ ഫാഷിസം ഉയർത്തുന്ന വെല്ലുവിളികൾ വളരെ അവധാനതയോടുകൂടിയാണ് SDPI പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തീവ്രവാദമെന്നും ഭീകരവാദമെന്നും പലരും മുദ്രകുത്തി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാർട്ടി രംഗപ്രവേശനം ചെയ്ത കാലം. നാട്ടിലെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും SDPIയെ മുളയിലെ നുള്ളാൻ വേണ്ടി തീരുമാനമെടുത്ത് SDPIക്കെതിരെ അടിസ്ഥാനരഹിതമായ തീവ്രവാദ ഭീകര മുദ്ര ചാർത്തിക്കൊണ്ട് പ്രചരണം നടത്തി. പക്ഷെ SDPI എന്താണ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കാൻ സമയമെടുത്തു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 2014 വളരെ ഗൗരവത്തോടു കൂടി SDPI ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയമായിരുന്നു അത്. അന്ന് SDPIയുടെ വാഹനജാഥയിൽ കേട്ടിരുന്ന ഒരു ഗാനമുണ്ടായിരുന്നു. മോഡിപ്പേടി വേണ്ട കൂട്ടരെ, SDPI വന്നാൽ പിന്നെ മോഡിപ്പേടി വേണ്ട കൂട്ടരെ എന്ന് പറയുന്ന വരികൾ ഒരുപക്ഷെ നമ്മളുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും അതുമുണ്ട്. അന്ന് നമ്മൾ വ്യാപകമായ പ്രചരണം ഇലക്ഷനിൽ നടത്തി. ആ സമയത്ത് SDPI തീവ്രവാദം പറയുകയാണ്, SDPI ഭീകരവാദം പറയുകയാണ്, SDPI വോട്ട് തട്ടാൻ വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്, അമിത്ഷയും മോദിയൊന്നും അധികാരത്തിൽ വരാൻ പോകുന്നില്ല, RSSും BJPയൊന്നും അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് പ്രസംഗിച്ചു നടന്നിരുന്നത് നമ്മുടെ എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കന്മാരായിരുന്നില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അറിയപ്പെട്ട യുവ നേതാവായിരുന്നു അന്നത്തെ KM ഷാജി. അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അത് മുസ്ലിം ലീഗുകാർ മാത്രമല്ല, CPMകാരും കോൺഗ്രസുകാരും ഒക്കെ ആ പ്രചരണം ഏറ്റെടുത്തു. പക്ഷേ ആ 2014 SDPI കൃത്യമായി പറഞ്ഞു, രാജ്യത്ത് RSS വരും, അധികാരത്തിലേക്ക് അവർ കയറി വരും, അവര് രാജ്യത്തിന്റെ മതേതരത്വത്തിന് ഭീഷണിയാവും, ജനാധിപത്യത്തിന് ഭീഷണിയാണും, ഭരണഘടന അവർ തിരുത്തിയെഴുതും, രാജ്യത്തിന്റെ പാർലമെന്റ് അവരുടെ കൈക്കലാക്കും,
രാജ്യത്തിന്റെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ജുഡീഷ്യറിയും ഇലക്ഷൻ കമ്മീഷനും തുടങ്ങിയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ സംഘപരിവാരത്തിന് വിധേയപ്പെടുന്ന സാഹചര്യമുണ്ടാകും എന്ന് SDPക്കാർ അന്ന് പ്രസംഗിച്ചപ്പോ SDPക്കാർ വെറുതെ പറയുകയാണ് എന്നായിരുന്നു അന്ന് ആ മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രസംഗിച്ചത്. ഞാൻ അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയെയോ കുറ്റപ്പെടുത്താനല്ല പറഞ്ഞത്. അതേ തെരഞ്ഞെടുപ്പിലാണ് മോദി അധികാരത്തിൽ വന്നത്, അമിത്ഷാ അധികാരത്തിൽ വന്നത്, BJP അധികാരത്തിൽ വന്നത്. എണ്ണത്തിൽ കുറഞ്ഞു എന്നതുകൊണ്ട് മാത്രം, കേവലം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് എന്നതുകൊണ്ട് മാത്രം ഞങ്ങളുടെ വോട്ടിൽ വിള്ളൽ വീഴ്ത്തുമോ, ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് ഹാനികരമാകുമോ, ഞങ്ങളുടെ കാലിനടയിൽ നിന്ന് മണ്ണൊലിപ്പുണ്ടാകുമോ എന്നുള്ള രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി SDPയെ തീവ്രവാദ മുദ്ര ചാർത്തിയിരുന്ന ആ രാഷ്ട്രീയ പാർട്ടികളിൽ പലരും, അദ്ദേഹം അടക്കം, കഴിഞ്ഞ 6 മാസം മുമ്പ് തിരുത്തി പറഞ്ഞു SDPക്കെതിരെ ഞങ്ങൾ ഇനി ക്യാമ്പയിൻ നടത്തുകയില്ല എന്ന്. അതാണ് SDP എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ട്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആശയത്തെ പ്രതിഫലിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. ഞങ്ങൾ കൂടുതൽ പ്രസംഗിക്കാറൊന്നുമില്ല. ഇവിടെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വെച്ച ഗാനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നിറക്കിയ ഗാനമാണെന്നാണ് പറയുന്നത്. ആ പാട്ടിൽ SDPയുടെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായി പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ നാടിന്, ഈ രാജ്യത്തിന്, നമ്മുടെ സമൂഹത്തിന് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ, അത് പ്രളയമാവട്ടെ, കോവിഡ് ആവട്ടെ, ഏത് തരത്തിൽ ഒരു വ്യക്തിയെ വ്യക്തിപരമായി ബുദ്ധിമുട്ടിപ്പിക്കുന്ന, കുടുംബത്തിന് പ്രയാസം വരുന്ന, നാടിന് പ്രയാസം വരുന്ന, നമ്മുടെ രാജ്യത്തിന് പ്രയാസം വരുന്ന ഏത് പ്രശ്നങ്ങളിലും ഒരു തരത്തിലുള്ള ഭൗതിക താല്പര്യവുമില്ലാതെ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നവരാണ് SDPI പ്രവർത്തകർ എന്ന് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയെ ഇല്ലാതാക്കാൻ, തകർക്കാൻ, ഇന്ത്യ രാജ്യത്തിന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി രാജ്യത്തെ ഭരിക്കുന്ന, വലിയ ഭൂരിപക്ഷത്തോടു കൂടി രാജ്യം ഭരിക്കുന്ന ഭരണകൂടം തീരുമാനിച്ചപ്പോഴും ആ ഭരണകൂടത്തിന്റെ അന്വേഷണ ഏജൻസികൾ, ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി മുതൽ എല്ലാ തരത്തിലുള്ള അവരുടെ ഉപകരണങ്ങളും കഴിഞ്ഞ കട്ട്